നമസ്കാരം. ഒരാണവ യുദ്ധം നടക്കുമോ എന്ന ആശങ്കയിലാണ് മിഡിൽ ഈസ്റ്റ്. അതിനിടയിൽ ഇറാനിൽ നിന്ന് അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടാണ് വരുന്നത്. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണത്തിനായി 6000 കേന്ദ്രങ്ങൾ കൂടി ഇറാൻ നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. നാൾക്കുനാൾ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംഘടനകൾ ഗസയിലെ ആക്രമണത്തിന്റെ പ്രതികാരമായാണ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയത്. തുടർന്നാണ് ഇറാനുമായി കൊമ്പുകോർത്തത്. നിലവിൽ ഇറാനുമായി ഇസ്രയേൽ നേരിട്ടുള്ള യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. ഇറാനിൽ നിലവിൽ ആണവായുധങ്ങളൊന്നും ഇല്ലെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ ഇറാൻ സ്വീകരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അതിനിടെയാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനായി ഏകദേശം 6000 യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതായി ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ അറിയിച്ചത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവരുമായി നേരത്തെ ജനീവയിൽ ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇറാൻ നടത്തിയ ചർച്ച ഫലം കണ്ടില്ലെങ്കിലും നയതന്ത്ര ചർച്ചകൾ തുടരാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി 90% വരെ സമ്പുഷ്ടമാക്കിയ യുറേനിയമാണ് ആവശ്യമായി വരുന്നത്. എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ യുറേനിയം 60% കൂടുതൽ സമ്പുഷ്ടമാക്കരുതെന്നാണ് UN നിബന്ധന വെച്ചിരുന്നത്. ഈ നിബന്ധന ഇറാൻ അംഗീകരിച്ചതോടെയാണ് ചർച്ച നടന്നത്. ഇതിനു പുറമെ നതാൻസ് പ്ലാന്റിൽ 6000 യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കാനും ഇറാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാനെ പ്രാപ്തമാക്കും. ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതിയില്ലെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ഇറാന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ആണവായുധ പരീക്ഷണത്തിലേക്ക് നീങ്ങുന്നതായും സൂചനയുണ്ട്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നതിനായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരം ഏറ്റെടുത്തയുടൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 2016-2020 കാലഘട്ടത്തിൽ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇറാനിൽ പരമാവധി സമ്മർദ്ദങ്ങൾ ട്രംപ് ചെലുത്തിയിരുന്നു. ലോകശക്തികളുമായുള്ള ഇറാന്റെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്ന് 2015 ട്രംപ് പ്രഖ്യാപിച്ചത് ഏറെ ചർച്ചയായിരുന്നു. കൂടാതെ ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തി. ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് ഇറാൻ മാത്രമല്ല ലോകം മുഴുവനും ഉറ്റുനോക്കുകയാണ്.